എന്താ ജോബി എല്ലാരും ഉണ്ടല്ലോ രാവിലെ? ഇതെന്താടാ ഇതിൽ കൂടെ എല്ലാം ആനയും നടന്നു പോയാ? അത് ശരി. എന്താടാ നിങ്ങൾ ആനനെ നടത്തിച്ചിട്ട് നാട്ടുകാരെ കളിയാക്കല്ലേ? എടാ ദാസ, രാവിലെ കള്ളു കുടിച്ചിട്ട് പോക്രിത്തരം പറയാൻ വന്നിരിക്കണാണോ? ഓ അത് ശരി. അപ്പൊ അവൻ പറഞ്ഞില്ലേ കുഴപ്പം. നിങ്ങളുടെ ചില പറഞ്ഞല്ലേ ചവിട്ടി പൊളിക്കുന്നു. പിന്നെ ആര് പൊളിക്കാനാ? ഒന്ന് പോടതൊക്കെ കൊസേപ്പിന് പിന്നെ കല്ലുപണിയാണല്ലോ. അതാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണം. ഭീമൻ അറിയാലോ എല്ലാം. ഭീമന്റെ അടുത്ത് ചോദിക്കടാ. അങ്ങനെ നിങ്ങളിത് പൊളിച്ചല്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലോ പണി പിന്നെ തുടങ്ങി വെച്ചത്. എന്നിട്ട് പാതിരാക്കി നിങ്ങൾ തന്നെ ഒന്ന് പൊളിക്കുകയും ചെയ്യൂ. പാതിരാത്രിക്ക് നിന്റെ വീട്ടിലാടാ ഞാൻ വന്ന് പൊളിച്ചേ. അയ്യടാ, മുതലാളി പോവുകയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. നിങ്ങൾ ഈ പെർപ്പതരം കാണിച്ചതേ സ്വന്തം നാട്ടുകാരോട്, അത് ഓർക്കണം. എന്ത് പോക്കരത്തിലോടാ ഞാൻ കാണിച്ച? നീ കണ്ടാടാ ഞാൻ വന്ന് സ്ലാബ് പൊട്ടിക്കണ? ഞാൻ കണ്ടിരുന്ന അപ്പ അടിച്ചാനെ. അടിയടാ. എടാ നീ പോയേ ഭീമന്റെ അടുത്ത് ചോദിക്ക്, അവനറിയാലോ എല്ലാം. ഞാനിവിടെ ഉണ്ട്. അത് ശരി, നീ അവിടെ ചാരിയിരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുവാണോ? വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ. ഞാനെന്ത് പറയാനാ? ഇന്നലെ നിങ്ങളല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞു പോയത്. എന്നാലും കൊസ്തപ്പേട്ടാ, നിങ്ങൾ ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണല്ലേ? എങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കടാ. കൊസേപ്പിന് വേറെ പണിയുണ്ട്. നീയും ഭീമനും ഞാനും കൂടി ഇന്നലെ സംസാരിച്ചിട്ടല്ലടാ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചേ. എങ്കിൽ ഒന്ന് വിസ്തരിച്ചു കൊടുക്കടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ സൈഫണാരെ പൊളിച്ചു. കൊസ്തേപ്പ നീയാണോ? നീ വന്നാടാ. ചെയ്യാത്ത കാര്യത്തിന് ഇവന്മാരൊക്കെ കൂടി എന്നെ എന്താ ഇത്? താഴെ വെച്ചേ, ഞാനാ പറയുന്നത്, താഴെ വെച്ചേ. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? കൊസ്തേപ്പെ, താൻ എന്ത് കൊള്ളരുതായ്മയോട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത് എനിക്ക് മനസ്സിലാവുന്നു. നിനക്ക് എന്താണ് മനസ്സിലാവത്തെ? അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. പൊളിക്കും, ഇദ്ദേഹം പൊളിക്കും, ഇദ്ദേഹമേ പൊളിക്കൂ. അതെ, ദേ ഇവനും ഇദ്ദേഹവും കൂടെ ചേർന്ന് ആ സ്ലാബ് തല്ലി പൊളിക്കുന്നത് എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നീ എന്താ വെള്ളം അടിച്ചണ്ടാ രാവിലെ? ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ താൻ കാണിച്ചതോ 10-20 കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് വീണ്ടും അവരെ ദ്രോഹിക്കുന്നു. എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പ്? താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പാതിരാത്രി തനിക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? പരിങ്ങലടാ പറ. ചോദ്യം, ന്യായം. അതായത് എന്റെ അനിയൻ ഖത്തറിന്ന് കൊടുത്തു വിട്ട പാഴ്സൽ കൊണ്ടുവന്ന ആള് വഴിതെറ്റി ദേ അങ്കനവാടിയിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. പാതിരാത്രി അയാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഓടി ഇവിടെ എത്തി. അതാണ് കൊസ്തപ്പ്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദൈവം കത്തിച്ചോ. പക്ഷെ അതിനു മുമ്പ് 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വന്നേ. അതുവരെ തല്ലിപ്പൊളിച്ചതിന്റെ തെളിവ് കൂടി കാണിച്ചു തരാം. കാര്യമൊന്നും അറിയാമല്ലോ. കണ്ട, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ചേട്ടനും അനിയനും കൂടെ ആ സ്ലാബ് തല്ലിപ്പൊളിച്ചത്. വെറുതെ വൃത്തിയോട് പറയരുത് കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഇതിനകത്ത് മാമോദിസ മുക്കുമായിരുന്നു. കുസ്തേപ്പെ, വഴിയില്ലാത്തവനെ അതിന്റെ വേദന അറിയും. താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മളൊക്കെ ഇനി എത്ര കാലോട് കുസ്തേപ്പെ? കുസ്തേപ്പെ, ഒന്ന്
നിർത്ത്. ടാർസ്യൂസേ. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്ലീസ് വഴി തരും.